السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه البرر وعلى من نتبعه أجمعين أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. صدق الله مولانا العظيم. من وقي شر قبقبه وذبذبه ولقلقه فقد وجبت له الجنة. ഷഫീഉനാ റസൂലുള്ളാഹി. ഏറ്റവും സ്നേഹാദരണീയരായ ഉസ്താദുമാരെ, അഭിവന്ദരായ കാരുണ്യം റിലീഫ് കൂട്ടായ്മയുടെ സമുന്നതരായ സാരഥികളെ, ഈ നാട്ടിലെ അഭിവന്ദരായ കാരണവന്മാരെ, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ നല്ലവരായ ദീനീ സ്നേഹികളെ, രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയങ്കരരായ ഉമ്മ പെങ്ങന്മാരെ, സഹോദര സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയ ഈ നല്ല കൂട്ടായ്മയെ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ കൂട്ടമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ല സുഹൃതമാണ് ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും ഒരുപോലെ സന്തോഷിക്കുന്ന പ്രപഞ്ചാദി ലോകങ്ങളിലെ സകല ജീവജാലങ്ങളും ഹൃദയമറിഞ്ഞ് ആഘോഷിക്കുന്ന വിവാഹത്തിന്റെ മുഹൂർത്തം. അത് ആരോരുമില്ലാത്ത നിരാശ്രയരായ പാവങ്ങളുടെ ജീവിത സ്വപ്നം പൂവണിയിക്കാൻ ഇതുപോലെ ഒരുമിച്ച് കൂട്ടുന്ന ആർദ്രതയും നന്മയും അലിവുമുള്ള നല്ല കൂട്ടായ്മ കൂടിയാകുമ്പോൾ അള്ളാഹുവിന്റെ മാലാഖമാരുടെ സാന്നിധ്യമുള്ള സവിശേഷമായ മുഹൂർത്തമാവും തീർച്ച. ആ അർത്ഥത്തിൽ ഏറ്റവും ധന്യമായ ഒരു കൂട്ടായ്മയിലാണ് നാം ഏവരും സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹു ഇത് നമ്മിൽ നിന്ന് ഏറ്റവും നല്ല സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാവട്ടെ. ഔപചാരികമായ ഇതിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയ ഈ സദസ്സിന്റെ ഗൗരവവും അതിന്റെ ധർമ്മവും തൊട്ടറിഞ്ഞുകൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ വിവാഹ മേഖലകളെ മലിനമാക്കുന്ന സ്ത്രീധനവും അത് സംബന്ധമായ സാമൂഹിക ദുരാചാരങ്ങളും ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി അവനവന്റെ വിവാഹങ്ങളിൽ വന്നു ചേരുന്ന അധാർമികതയുടെയും അനാചാരങ്ങളുടെയും ഒഴുക്കുകളെയും മാനസികമായി വിശ്വാസപരമായി എങ്ങനെ പ്രതിരോധിക്കാം എന്ന പക്വമായ ഒരാലോചനയാണ് യഥാർത്ഥത്തിൽ കാരുണ്യം റിലീഫ് കൂട്ടായ്മയുടെ ഈ ഒരു സംഗമം. അതുകൊണ്ട് ഏതാനും സമയം കാരുണ്യത്തെ നിരന്തരമായി പ്രവഹിക്കപ്പെടേണ്ടുന്ന ഈ ജീവിതത്തിന്റെ ധന്യമായ ഈ ഒരു സമയത്ത്
അള്ളാഹുവിന്റെ അടിമകൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഇത്ര വലിയ ഒരു സന്ദേശം മുറ്റി നിൽക്കുന്ന ഒരു സദസ്സ് സംഘടിപ്പിച്ച് പിരിഞ്ഞു പോകുമ്പോ വേരുറക്കേണ്ടുന്ന വിചാരത്തെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകവും കാലവും അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പരിസരമാണ്. എല്ലാ മേഖലയിലും നമ്മൾ കേൾക്കാനും പറയാനും ഇഷ്ടപ്പെടാത്ത വൃത്തികേടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സകലമാന മേഖലകളിലും മനുഷ്യന് ഇഷ്ടപ്പെടാത്ത, പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരുപാട് ദുഃഖകരമായ പരമാർത്ഥങ്ങൾ നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ നോക്കുക, നല്ല കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. സമൂഹത്തിനിണങ്ങുന്ന, നാട്ടിന് പറ്റുന്ന, സമുദായത്തിന് പൊരുത്തപ്പെടാൻ കഴിയുന്ന, നാളത്തെ തലമുറക്ക് അഭിമാനത്തോടെ ഓർത്തെടുക്കാൻ കഴിയുന്ന, നാടിന്റെ വിളക്കാവുന്ന നല്ല കുട്ടികളും നല്ല കുടുംബവുമാണ് ഏതൊരു കാലഘട്ടത്തിന്റെയും ചൈതന്യം എന്ന് പറയുന്നത്. ആ സൗഭാഗ്യമാവട്ടെ അത് ഏറ്റവും സംശുദ്ധമായ കുടുംബത്തിന്റെ സമ്മാനമാണ്. സംശുദ്ധമായ കുടുംബമാവട്ടെ ഹറാമ് കലർന്നിട്ടില്ലാത്ത, അനുവദനീയമല്ലാത്ത ജീവിതോപാധികൾ അതിൽ പെട്ടുഴലാത്ത, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും അനുവദനീയതയുടെയും മൂല്യമുള്ള ജീവിതത്തിൽ നിന്ന് വളർന്നു വരുന്ന കുടുംബങ്ങളിലെ അന്തസ്സുള്ള കുട്ടികളും സംശുദ്ധമായ കുടുംബവും സംശുദ്ധമായ തലമുറയും രൂപപ്പെട്ടു വരികയുള്ളൂ. അങ്ങനെയൊരു തലമുറയെ രൂപപ്പെട്ടു വരേണ്ടതിന്റെ അനിവാര്യത മറ്റാരെക്കാളും ഹൃദയത്തിൽ തൊട്ട് ബോധ്യപ്പെടുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. കാരണം നമ്മൾ ജീവിക്കുന്ന കാലത്ത്, നമ്മൾ പരിചയിക്കുന്ന ലോകത്ത്, നമ്മൾ ഇടപെടുന്ന സാമൂഹിക മേഖലകളിൽ എല്ലാ ഇടങ്ങളിലും ഇതിന്റെ കുറവ് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഉമ്മയെ തിരിച്ചറിയാത്ത, സ്വന്തം ഉപ്പയെ തിരിച്ചറിയാത്ത കാപാലികമായൊരു കാലഘട്ടം നമ്മുടെ തലമുറകളിൽ കാണുന്നൊരു സ്വഭാവം. ദുശാഠ്യങ്ങളുടെയും വൃത്തികേടുകളുടെയും അതിശക്തമായ കുത്തൊടുക്ക് നമ്മളെ വീർപ്പുമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ചെറുപ്പക്കാർ നാടിന്റെ ബാധ്യതകളും ഭാരവുമായി മാറുന്ന അസുഖകരമായ ഒരു വർത്തമാനം. നമ്മുടെ സമൂഹത്തിന്റെ വിളക്കായി മാറേണ്ടുന്ന സ്ത്രീകളും സഹോദരികളും ഈ സമൂഹത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളെയും വെളിച്ചത്തിൽ നിലനിർത്തേണ്ടുന്ന ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ദീനിന്റെ വിളക്കുമാടങ്ങളാവേണ്ടുന്ന സഹോദരിമാർ ദീനിന്റെ ബാധ്യതകളായി മാറുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെ നമ്മുടെ മനസ്സിന് സുഖം നൽകുന്നതല്ല, സംതൃപ്തി നൽകുന്നതല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പുതിയ കാലത്തെ വർത്തമാനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ മേഖലയിലും തൃപ്തി എന്ന് പറഞ്ഞ ഒരു അടിസ്ഥാനപരമായ നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, വിവാഹത്തിന്റെ ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമുണ്ട്. ആ പദപ്രയോഗം രണ്ട് ജീവിതങ്ങൾ ഒന്നാവുന്ന അനുഗ്രഹീതമായ വിവാഹത്തിന്റെ കൈകോർക്കലുകൾ സംഭവിക്കുന്ന ചടങ്ങിൽ അഭിമാനത്തോടുകൂടി മഹാനായ ഒരു അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആദർശത്തെ, ചിന്തയെ, ആ മൂല്യത്തെ നെഞ്ചകത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു വാക്കാണ്, ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ആ വിവാഹം കഴിച്ചു തന്നതിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ചെറുപ്പക്കാരൻ പ്രഖ്യാപിക്കുമ്പോൾ സർവാധിരാജനായ തമ്പുരാനെ സാക്ഷി നിർത്തി പറയുന്ന ഒരു വാക്ക്, റബ്ബേ ഞാൻ അതിനെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ കെട്ടിച്ചു തന്ന കുട്ടിയെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ ഈ ഉപാധിയെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷത്തോടുകൂടി പറഞ്ഞുകൊണ്ട വിവാഹബന്ധം ആരംഭിക്കാറുള്ളത്, വിവാഹബന്ധം അനുവദനീയമാക്കപ്പെടാറുള്ളത്. നോക്കൂ നിങ്ങൾ, ജീവിതത്തിന്റെ ഏറ്റവും അനിവാര്യമായ ഒരു മേഖല വിവാഹമാണ്. ആ വിവാഹം തന്നെ തുടങ്ങുന്നത് തൃപ്തിയിൽ നിന്നാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക, തൃപ്തികരമല്ലാത്ത കുടുംബ വഴക്കുകളിൽ നിന്ന്, തൃപ്തികരമല്ലാത്ത മസ്ലഹത്തെ ചർച്ചകളിൽ നിന്ന്, തൃപ്തികരമല്ലാത്ത പരസ്പര വാഗ്വാദങ്ങളിൽ നിന്ന്, തൃപ്തികരമല്ലാത്ത പരസ്പര കൈമാറ്റങ്ങളിൽ നിന്ന്, തൃപ്തികരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന്, തൃപ്തികരമല്ലാത്ത ഇത്തരം ചുറ്റുപാടുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്നാണ് ആധുനിക കാലഘട്ടത്തിലെ വിവാഹ ബന്ധങ്ങൾ രൂപപ്പെട്ടു വരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ആ കുടുംബ ബന്ധങ്ങൾ സമാധാനം നൽകുന്നതായി തീരാത്തത്. ആ കുടുംബ ബന്ധങ്ങളിൽ പരസ്പരം കണ്ണിന് കുളിർമയാകുന്ന അനുഗ്രഹീതമായ പടച്ചറപ്പിന്റെ അനുഗ്രഹവും അവന്റെ ചൈതന്യവും അവന്റെ സമാധാനപൂർണമായ അള്ളാഹുവിന്റെ എല്ലാ തരത്തിലുമുള്ള കൈത്താങ്ങും ഈ തലമുറക്ക് കുറഞ്ഞു പോകുന്നതിന്റെ കാരണം തൃപ്തികരമായ അന്തരീക്ഷത്തിൽ കെട്ടിയുണ്ടാക്കുന്ന കെട്ടിടമല്ല നമ്മുടെ വിവാഹം എന്നുള്ളതാണ്. അള്ളാഹുവിന് പൊരുത്തമുള്ള ചടങ്ങുകളല്ല, അള്ളാഹുവിന് പൊരുത്തമുള്ള ഉപാധികളല്ല, അള്ളാഹുവിന് പൊരുത്തമുള്ള ബന്ധങ്ങളല്ല, അള്ളാഹുവിന് പൊരുത്തമുള്ള ഡിമാൻഡുകളല്ല പലപ്പോഴും വിവാഹത്തെ ചുറ്റിപ്പറ്റി സംഭവിക്കുന്നത്. അങ്ങനെ വരുമ്പോ പൊരുത്തമില്ലാത്ത കുടുംബം നാടിന്റെ ശാപമായി മാറും.
ഇന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ കാണുന്ന ഒരു പ്രതിസന്ധി അതാണ്. നിങ്ങൾ നോക്ക്, ഇമ്മീഡിയറ്റ് ഡൈവോഴ്സ് റേറ്റ് ഏറ്റവും കൂടുതലുള്ള സമുദായമാരാ? മുസ്ലിം സമൂഹമാണ്. അതിൽ തന്നെ മലബാറിലെ മുസ്ലിമീങ്ങളാണ്. എന്താ ഇമ്മീഡിയറ്റ് ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ? വിവാഹം കഴിഞ്ഞ് 6 മാസത്തിന്